നമസ്കാരം. ഡിസംബർ 21-ാം തീയതിയാണ് അപ്രതീക്ഷിതമായി പൂഞ്ചിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവുന്നത്. എന്തായാലും നിബിഡ വനമേഖലയിലെ ധനാർ സവാനിയ വളവിൽ 2 സൈനിക വാഹനങ്ങളെയാണ് ഭീകരർ ഒളിച്ചിരുന്ന് ആക്രമിച്ചത്. ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും ഇതിനോടൊപ്പം 2 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതല്ല. ജമ്മു കാശ്മീരിൽ ഈ വർഷം എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം 83 തീവ്രവാദികൾ ഉൾപ്പെടെ 124 പേരാണ് ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആക്രമണം നടന്ന പ്രദേശത്ത് സംശയാസ്പദമായ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാതി, അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് കരസേനാ മേധാവി മനോജ് പാണ്ഡെ രജൌരിയിലെത്തി സുരക്ഷാ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയത്. പക്ഷേ ഈ ഭീകരാക്രമണം തടുക്കാൻ സൈന്യത്തിന് സാധിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു ഭീകരാക്രമണം തന്നെ അവിടെ അരങ്ങേറുകയും ചെയ്തു. രജൌരി പൂഞ്ച് സെക്ടറിൽ ആവർത്തിച്ചുള്ള ഭീകരാക്രമണങ്ങൾക്ക് കാരണം ഇന്റലിജൻസിന്റെ വീഴ്ചയാണ് എന്നുള്ള ഒരു ആരോപണം ജമ്മു കാശ്മീരിന്റെ മുൻ DGP ആയ SP വൈദ് ആരോപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നതെന്നാണ്. രഹസ്യാന്വേഷണ ശൃംഖല ശക്തിപ്പെടേണ്ടതുണ്ട് എന്നും ഇന്റലിജൻസിന് ബുദ്ധി കുറവായതുകൊണ്ടാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നതെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ പിടിമുറുക്കാൻ ഭീകര സംഘടനകൾക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് അവസരമാക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ ചില ചെറിയ ഭീകരവാദ ഗ്രൂപ്പുകൾ വളർന്നു വരുന്നുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ പാർലമെന്റിൽ എടുത്ത ചില സുപ്രധാന തീരുമാനങ്ങളുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ പോലും രാജ്യത്ത് ആർട്ടിക്കിൾ 370 വീണ്ടും ചർച്ചയായിരുന്നു. ഇതിനു ശേഷമാണ് ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തവുമാണ്. അങ്ങനെ ഈ ഇത്രത്തോളം ആളുകൾ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെടാനുള്ള കാരണം അവിടെ ഇപ്പോൾ സുരക്ഷിതമല്ല, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പഴയ ജമ്മു കാശ്മീർ തന്നെയാണ് എന്ന് വീണ്ടും വിധി എഴുതാനുള്ള ചില ആളുകളുടെ തീവ്രമായ അല്ലെങ്കിൽ ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവിടേക്ക് ഒഴുകിയെത്തുന്ന നിക്ഷേപങ്ങളുണ്ട്. അങ്ങനെ വികസനത്തിന്റെ പാതയിലേക്ക് ജമ്മു കാശ്മീർ നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില ഭീകരവാദ പ്രവർത്തനങ്ങളും അവിടെ ശക്തിപ്പെട്ടുകൊണ്ട് വരുന്നത്. എന്തായാലും പ്രദേശവാസികളുടെ പിന്തുണ ഇപ്പോൾ ഭീകരർക്ക് ലഭിക്കുന്നത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിനും ഇത്ര കണ്ട് പണിപ്പെടേണ്ടി വരുന്നത്. കാരണം പ്രദേശവാസികൾക്ക് പോലും കൃത്യമായ ഒരു വിവരം നൽകാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, നേരത്തെ സൈന്യത്തിനൊക്കെ വിവരം നൽകുന്ന ഇൻഫോർമർമാർ മിക്ക ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കാരണം അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ്, പുറമേ നിന്ന് വന്ന ഭീകരവാദികൾ തന്നെയാണ് നിലവിൽ അവിടെ ആക്രമണം നടത്തിയത് എന്നുള്ള ചില പ്രാഥമിക നിഗമനങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതുവരെ ഈ വർഷം 124 ആളുകൾ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയൊരു കണക്കേ അല്ല. പക്ഷേ 83 തീവ്രവാദികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായും രാജ്യത്തിനും സൈന്യത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.